നമസ്കാരം. ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. ഞാൻ വേണു ബാലകൃഷ്ണൻ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ വ്യാഴാഴ്ചയും ഇടുക്കിയിൽ വെള്ളിയാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്ത് നാളെ വരെ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ആദ്യം അറിയേണ്ടത് മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. എന്തൊക്കെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്? വേണു, വേനൽ ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. 2 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള ഒരു സൂചനയാണ് യെല്ലോ അലർട്ട്. ഈ 2 ജില്ലകളിലും ശക്തമായ മഴ വ്യാഴാഴ്ച ലഭിക്കുമെന്നതാണ് ഈ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് ഇടുക്കി ജില്ലയിലാണ്. വെള്ളിയാഴ്ചയാണ് ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിലും ഒറ്റപ്പെട്ട മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന കാര്യം. ബുധനാഴ്ചയോടുകൂടി തന്നെ വേനൽ മഴ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ സജീവമാകാനും സാധ്യതയുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും എല്ലാ ജില്ലകളിലും ലഭിക്കുക എന്നതും കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പിൽ പറയുന്നുണ്ട്. നേരത്തെ എറണാകുളം ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അത് പിന്നീട് പിൻവലിച്ച് പുതുക്കിയ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം, വയനാട് ജില്ലകളിൽ വ്യാഴാഴ്ച യെല്ലോ അലർട്ടായി മാറിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. വേണു, പ്രതീക്ഷ, നാളെയും താപനില ഉയർന്നു തന്നെ തുടരുമെന്നാണോ? വേണു, വേനൽ മഴ ഉണ്ടാകുമെങ്കിലും അടുത്ത 2 ദിവസം കൂടി ഉയർന്ന താപനില തുടരുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ഈ 2 ദിവസം 39 ഡിഗ്രി സെൽഷ്യസ് വരെ സംസ്ഥാനത്ത് താപനില ഉയരാനുള്ള ഒരു സാധ്യതയാണ് പ്രവചിക്കുന്നത്. പാലക്കാട് ജില്ലയിലായിരിക്കും ഏറ്റവും കൂടുതൽ താപനില ഉയരുക. 39 ഡിഗ്രിയാണ് പാലക്കാട് ജില്ലയിൽ നിലവിൽ പ്രവചിക്കുന്ന താപനില. കോഴിക്കോട്, കൊല്ലം, തൃശൂർ, ആലപ്പുഴ ജില്ലകളിലും ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുണ്ട്. നിലവിൽ ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിലും ഉയർന്ന താപനിലയ്ക്കുള്ള യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച വരെയാണ് ഈ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അതികഠിനമായ ഒരു ചൂടിന് താൽക്കാലിക ഒരു ആശ്വാസം ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. അത് ഉഷ്ണതരംഗ സാധ്യതകളൊന്നും തന്നെ നിലവിൽ സംസ്ഥാനത്തില്ല. അതുകൊണ്ട് തന്നെ ഉയർന്ന താപനില ആയിരിക്കുമെങ്കിലും വലിയ തരത്തിലൊരു ജാഗ്രത വേണ്ട സാഹചര്യം നിലവിലില്ല. 2 ദിവസം കൂടി ഉയർന്ന താപനില തുടരുകയും പിന്നീട് ഈ വേനൽ മഴ എത്തുകയും ചെയ്യുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ശരി, സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളാണ് MG പ്രതീഷ് നൽകിയത്. സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച ഓറഞ്ച് അലർട്ട് തുടരുന്നു. കടലാക്രമണത്തിൽ ആലപ്പുഴ തൃക്കുന്നപ്പുഴയിൽ ജനവാസ മേഖലയിലേക്ക് വെള്ളം കയറി. റോഡിൽ മണൽ നിറഞ്ഞതോടെ തൃക്കുന്നപ്പുഴ വലിയഴീക്കൽ റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. കടൽ ഭിത്തി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. കടൽ കയറുമ്പോൾ മാത്രം നോക്കാൻ വരും. വന്നേച്ചും പറയും എല്ലാം ശരിയാക്കാം. പിന്നെ ആ കടൽ അങ്ങോട്ട് പതിഞ്ഞു കിടന്നാൽ പിന്നെ ഒരു മനുഷ്യരെയും കാണത്തില്ല, ഞങ്ങൾ ഒരാളുകളും വരത്തില്ല. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ് ഇപ്പോൾ ശംഖുമുഖത്താണുള്ളത്. അജീഷ്, എന്താണ് തീരദേശത്ത് ഇപ്പോഴത്തെ സാഹചര്യം? വേണു, എന്തായാലും ഇന്ന് വൈകിട്ട് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ശക്തമായ തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് സമുദ്ര ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. 1.5 മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾ ഉണ്ടാകാനും കടലാക്രമണത്തിനുമാണ് മുന്നറിയിപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കടല് ഈ തെക്കൻ കേരളത്തിൽ ശാന്തമാണ്. ഈ തെക്കൻ തമിഴ്നാട്ട് തീരത്തിലും അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ആലപ്പുഴ മേഖലയിലാണ് ഇന്ന് കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ തൃക്കുന്നപ്പുഴയിലും വളഞ്ഞവഴിയിലും ഒപ്പം തന്നെ വലിയഴീക്കിലുമാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തൃക്കുന്നപ്പുഴയിൽ ടെട്രോപോഡുകൾ കടലെടുക്കുകയും അവിടുത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ വളഞ്ഞ വഴി റോഡിലേക്ക് കടൽ ഇടിച്ചു കയറി അവിടെ മണ്ണ് രൂപപ്പെട്ട് ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അവിടെ നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. കാരണം അവിടെ കടൽ ഭിത്തി നിർമ്മിക്കണമെന്ന കാലങ്ങളായി അവരുടെ ആവശ്യമാണ്. പക്ഷേ അത് ഇതുവരെയ്ക്കും സാധ്യമായില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ കടൽ ഏറിയതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അവിടെ JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റാൻ വന്ന ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ തടയുകയുണ്ടായി. എന്തായാലും കേരളത്തിൽ മറ്റിടങ്ങളിലൊന്നും വലിയ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഈ സമുദ്ര ഗവേഷണ കേന്ദ്രത്തിന്റെ പഠന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ വിലക്കുണ്ട്, അങ്ങനെ നിർദ്ദേശമുണ്ട്. അങ്ങനെ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. വേണം.
ശരി, കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു. 103.28 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത്. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിലും കുറവുണ്ടായി. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന ചൂടിന് നേരിയ കുറവുണ്ടായതോടെ വൈദ്യുതി ഉപഭോഗത്തിലും കുറവ് രേഖപ്പെടുത്തി. ഇന്നലെ സംസ്ഥാനത്ത് ഉപയോഗിച്ചത് 103.28 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയുള്ള പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിലും കുറവ് രേഖപ്പെടുത്തി. 5482 മെഗാവാട്ടായിരുന്നു വൈദ്യുതി ആവശ്യകത. ശനിയാഴ്ച ഇത് 5754 മെഗാവാട്ടായിരുന്നു. പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം ഫലപ്രദമാകുന്നതാണോ, ഇന്നലെ അവധി ദിവസമായിരുന്നതാണോ ഉപയോഗം കുറയാൻ കാരണമെന്ന് KSEB പരിശോധിക്കും. ഇതിനായി KSEB ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. രാത്രി 10 മണിക്ക് ശേഷമുള്ള വൈദ്യുതി ഉപയോഗത്തിൽ കുറവ് വന്നാൽ മാത്രമേ പ്രതിസന്ധിക്ക് അയവുണ്ടാകൂ എന്നാണ് KSEBയുടെ നിലപാട്. വൻകിട വ്യവസായ സ്ഥാപനങ്ങളിലെ രാത്രികാല ഷിഫ്റ്റ് ഒഴിവാക്കാൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉപയോഗം കുറഞ്ഞാൽ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ഉൽപ്പാദനം കുറയ്ക്കാനും KSEB ആലോചിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. മാസപ്പടിയിൽ അന്വേഷണമില്ല. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണമില്ല. അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടൻ MLAയുടെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. കരിമണൽ കമ്പനിക്ക് അനധികൃതമായ ആനുകൂല്യം നൽകി എന്നായിരുന്നു ഹർജിയിലെ ആരോപണം. കോടതി നടപടി നിയമപരമായ തിരിച്ചടിയാണെന്നും തെളിവുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്നും മാത്യു കുഴൽനാടൻ അറിയിച്ചു. നിയമപരമായൊരു സെറ്റ് ബാക്കാണോ സെറ്റ് ബാക്കാണ്, ഒരു നിയമ പോരാട്ടത്തിലൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് ഞാനത് പഠിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ഡ്യൂ കോഴ്സാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടത്തില്ല. കാരണം ഞാനിത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വച്ചൊരു വിഷയമാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ അവരുടെ പക്ഷം വെച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദീർഘകാലം പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. മാസപ്പടി വിഷയത്തിൽ നിന്നും ഒളിച്ചോടില്ല. ഐ വിൽ ബി ദെയർ. ഐ വിൽ ഫൈറ്റ് ടിൽ ദ ലാസ്റ്റ്. വിവരങ്ങളുമായി സലിം അലിക്ക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലിം, ഈ ഉത്തരവ് പുറത്തു വന്നോ? എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് ഹർജി തള്ളിയത്? വേണു, ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് 5 തെളിവുകൾ ഈ മുഖ്യമന്ത്രിയുടെ മകൾക്കും മകളുടെ കമ്പനിക്കും ഈ അനധികൃതമായാണ് ഈ സേവനം കൈപ്പറ്റിയതെന്ന് ആരോപിച്ചുകൊണ്ടുള്ള 5 തെളിവുകളായിരുന്നു മാത്യു കുഴൽനാടൻ ഈ കോടതിയിൽ ഹാജരാക്കിയത്. ആ തെളിവുകൾ അത് കോടതിയുടെ ഭാഗത്ത് നിന്ന് തെളിവായി സ്വീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് കോടതി പ്രധാനമായും നിരീക്ഷിച്ചത്. ഈ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഇത്തരം കേസുകൾ എങ്ങനെ വരും എന്നൊരു ചോദ്യം കൂടി കോടതി ചോദിച്ചു. മാത്രമല്ല, മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടതിന്റെ എന്ത് തെളിവാണ് ഈ ഘട്ടത്തിൽ ഉള്ളത് എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിച്ചു. അങ്ങനെ മാത്യു കുഴൽനാടനെ വലിയ നിലയിൽ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലായിരുന്നു കോടതിയുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ കോടതിയുടെ നേരിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടിരുന്നത്. അതൊരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു കഴിഞ്ഞ ഇത്രയും നാളായി കോടതിയിൽ മാത്യു കുഴൽനാടൻ നടത്തിയത്. മതിയായ പിന്തുണ UDFന്റെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടാകാത്തൊരു വിഷയത്തിലാണ് ഇത്തരത്തിലൊരു ഒറ്റയാൾ പോരാട്ടം നടത്തിയത്. ആ ഒറ്റയാൾ പോരാട്ടത്തിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരിച്ചടി നേരിടുമ്പോഴും അത് കോൺഗ്രസ് കൂടി ഇപ്പോൾ അതിൽ ആ കേസിനെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നിലവിൽ കോൺഗ്രസും UDFും ED അന്വേഷണത്തെ മുൻനിർത്തിക്കൊണ്ട് LDFനെ പ്രതിരോധിക്കുകയാണ്. മാത്രമല്ല, മാത്യു കുഴൽനാടൻ പറയുന്നതാകട്ടെ ചില വീഴ്ചകൾ കോടതിയിൽ നിന്നും നിയമപരമായ ഒരു തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അതിനെ മറികടക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഹാജരാക്കിയ തെളിവുകളിൽ എന്ത് ന്യൂനതകളാണുള്ളത് എന്നുള്ളത് കൂടി പരിശോധിക്കുമെന്ന് കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കോടതി നടപടികളിലേക്ക് തന്നെയാണ് തുടർന്നും ഈ മാത്യു കുഴൽനാടൻ നീങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ തിരിച്ചടി കിട്ടിയെങ്കിൽ പോലും മേൽക്കോടതികളിലേക്ക് പോകാനും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാനുമാണ് ലക്ഷ്യം വെക്കുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ ഈ ഇന്ന് അന്തിമവാദം കേട്ട ദിവസം തന്നെ മാത്യു കുഴൽനാടൻ ഇത്തരത്തിലൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നതാണ് കോടതിയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കിയ 5 തെളിവുകളും അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ വായിക്കുകയും അത് മാധ്യമപ്രവർത്തകർക്കും പൊതുജന സമക്ഷം നൽകുകയും ചെയ്തത് പൊതുജനം തീരുമാനിക്കട്ടെ എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി അദ്ദേഹം എന്തായാലും നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെളിവുകൾ അതിലെ ന്യൂനതകൾ കൂടി പരിഹരിച്ച് വീണ്ടും കോടതിയിലേക്ക് പോകാനാണ് മാത്യു കുഴൽനാടന്റെ നീക്കം. വേണു, സലിം, CPM കേന്ദ്രങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്?
വേണു, CPIMനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മാസപ്പടി വിവാദം ഉയർത്തിക്കൊണ്ടായിരുന്നു കരിമണൽ കർത്തയുമായുള്ള ബന്ധം, അത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ടത്, അത് മുഖ്യമന്ത്രിയുടെ ഇടപെടലോടുകൂടിയാണ് എന്നുള്ളത് ഉൾപ്പെടെയുള്ള വലിയ പ്രതിരോധം CPIMന് മുൻപിൽ ഉണ്ടായിരുന്നു. അതിനെ ന്യായീകരിക്കാൻ പോലും ഈ പ്രധാനപ്പെട്ട CPIMന്റെ നേതാക്കൾ പോലും എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട്. കെട്ടിച്ചമച്ച കേസാണ് ഇത് എന്നുള്ളതാണ് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. മാത്രമല്ല CPIM കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിധിക്ക് ശേഷം വലിയ ആത്മവിശ്വാസത്തിലാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഉൾപ്പെടെ ഇത്തരത്തിൽ വലിയ തിരിച്ചടി, വലിയ പ്രതിരോധത്തിലാക്കിയിരുന്ന ഒരു വിഷയത്തിൽ തൽക്കാലം ഒരു താൽക്കാലിക ആശ്വാസം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് CPIMന്റെ വിലയിരുത്തൽ. ശരി, സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയെയും മകളെയും പ്രതിരോധത്തിൽ നിർത്തുന്ന കോൺഗ്രസ് ശ്രമത്തിന് തിരിച്ചടിയാണ് വിധി. കോടതി മേൽനോട്ടത്തിലെ അന്വേഷണ നീക്കം പാളിയതോടെ ED അന്വേഷണം ഉയർത്തിയാകും ഇനി പ്രതിപക്ഷം LDFനെ നേരിടുക. മാസങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന വിവാദത്തിൽ തൽക്കാലം മുഖ്യമന്ത്രിക്ക് ആശ്വസിക്കാം. കോടതി മേൽനോട്ടത്തിൽ വിജിലൻസ് അന്വേഷണമെന്ന ആവശ്യം തള്ളിയത് കോൺഗ്രസിന് പക്ഷേ കടുത്ത ക്ഷീണമായി. തെരഞ്ഞെടുപ്പിലടക്കം UDF ഇടത് സ്ഥാനാർത്ഥികളെ നേരിട്ടത് മാസപ്പടി വിവാദമുയർത്തിയാണ്. രാഹുൽ പിണറായി ഏറ്റുമുട്ടലിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചതും മുഖ്യമന്ത്രിക്കെതിരെയുള്ള മാസപ്പടി പരാമർശം. EDയെ ഇറക്കി കേന്ദ്രം കുരുക്കുമുറുക്കുന്നതിനിടെയാണ് മാത്യു കുഴൽനാടൻ സമാന്തരമായി വിജിലൻസ് അന്വേഷണം കൂടി നടത്താൻ മുന്നിട്ടിറങ്ങിയത്. പക്ഷേ വേണ്ട തെളിവുകളില്ലെന്ന് പറഞ്ഞ് കോടതി തള്ളിയത് തിരിച്ചടിയായി. കേസ് കെട്ടിച്ചമച്ചതെന്നായിരുന്നു അന്നുമുതൽ ഇടതുമുന്നണി നേതാക്കൾ ഉയർത്തിയ പ്രതിരോധം. കോടതി വിധി കൂടി അനുകൂലമായതോടെ ഇനി കോൺഗ്രസിനെ നേരിടുക ഈ വടി ഉപയോഗിച്ചായിരിക്കും. അധികം ഒരാൾ വേട്ടയാടുന്നത് ശരിയല്ല. ഈ വിച്ച് ഹണ്ടിങ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. കുഴൽനാടിൻ്റെ പിന്നിൽ എല്ലാ UDFന്റെ ആൾക്കാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെനേൻ്റെ ഭാഗമായിട്ടാണ് ഇനി SFIയുടെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല പോരായിരിക്കും. SFI ഉദ്യോഗസ്ഥന്മാർ ഈ 68 കോടിയുടെ കണക്ക് കൊടുക്കണമല്ലോ, ഈ വാങ്ങിയ കണക്ക്. അതിന് GST കൊടുത്തിട്ടുണ്ടോ? ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും തെളിവുണ്ടോ വാങ്ങിയതിന്? ED അന്വേഷണമാണ് കോൺഗ്രസിന് ഇനിയുള്ള പിടിവള്ളി. EDയുടെ തുടർ നീക്കമുയർത്തി മുഖ്യമന്ത്രിയെ വീണ്ടും സമ്മർദ്ദത്തിലാക്കാനായിരിക്കും UDFന്റെ ആലോചന. 24 തിരുവനന്തപുരം. പുതുക്കിയിട്ടും പ്രതിഷേധം തുടരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഗതാഗത മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CITU. പുതിയ മാറ്റങ്ങൾ CITU അംഗീകരിച്ചു എന്ന ഗതാഗത മന്ത്രിയുടെ വാദം തെറ്റാണെന്നും സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നും വിശദീകരണം. ഒരു വകുപ്പ് മന്ത്രി ചാർജ് എടുത്തിട്ട് 2 മാസമായില്ല. അദ്ദേഹത്തിന്റെ വകുപ്പിൽ അദ്ദേഹം KSRTCയിൽ കുറെ പരിഷ്കാരമായിട്ട് ആദ്യം ഇറങ്ങി. ആ പരിഷ്കാരങ്ങൾ അദ്ദേഹം നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ആ ഇലക്ട്രിക് ബസിന്റെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞോടുകൂടി അവിടെ നിർത്തി. പിന്നെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മുന്നുള്ള ഒരു വകുപ്പ് ഇതാണ്. അപ്പോൾ ഇവിടെ കുറേ പരിഷ്കാരം വരുത്തി. ഈ ദൃശ്യമാധ്യമങ്ങളിൽ കവറേജ് നമ്മൾ അപ്പം തന്നെ എടുത്തിട്ടുള്ള തീരുമാനം അടുത്ത 23-ാം തീയതി കഴിഞ്ഞ് ചർച്ച വന്നില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ളവരെ ഒരു സമരമൊക്കെയാണ് അടുത്ത പരിപാടി ഇടാനിരിക്കുന്നത്. പ്രതിഷേധത്തിന് പിന്നാലെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങി. വിവരങ്ങളുമായി അഖിൽ ഷാ അൻസാർ ചേരുന്നു. അഖിൽ ഷാ, CITU മലക്കമറിയുകയാണോ നിലപാടിൽ? വേണു, CITU കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതിൽ അവർ പറഞ്ഞത് ഈ സമരം താത്കാലികമായി പിൻവലിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ ചില ഇളവുകൾ അനുവദിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തു വന്നത്. അതിൽ കൃത്യമായ ചില ഇളവുകൾ ഉണ്ടായിരുന്നു. ഇളവുകൾ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ താത്കാലികമായി ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങും എന്നുള്ളതാണ് CITU അറിയിച്ചിരുന്നത്. മറ്റൊന്ന്, ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ CITUവിലെ ഒരു വിഭാഗം ആളുകളും ഈ പ്രതിഷേധത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. അത് ഈ തിരുവനന്തപുരം ജില്ലാ ഘടകമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഈ വിഷയത്തിൽ സംസ്ഥാന കമ്മിറ്റിയുമായി ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ അവരും സമരത്തിന്റെ ഭാഗമായി എത്തിയതെന്നുള്ള കാര്യവും അവർ പറയുന്നത്. പിന്നീട് ഇതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ മന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉയർന്നത്. ഏറ്റവും പ്രധാനമായും ഈ ചർച്ചയ്ക്ക് അതായത് പരിഷ്കരണത്തിന് മുൻപ് ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ CITU ഈ പരിഷ്കരണത്തിന് പൂർണ്ണമായി അംഗീകരിക്കുകയും അതിന് കൈയടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മന്ത്രി കഴിഞ്ഞ ദിവസം 24നോട് പറഞ്ഞത്. പക്ഷേ അത് പൂർണ്ണമായി എതിർത്തു. അങ്ങനെയല്ല, അത്തരത്തിൽ കൈയടിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഒരു മന്ത്രിയായിരിക്കെ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ പരത്തരുതെന്നുള്ള കാര്യവും CITU വലിയ വിമർശനമായി തന്നെ ഉന്നയിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇന്ന് പ്രതിഷേധിച്ച CITU പ്രവർത്തകരോട് നാളെ മുതൽ തൽക്കാലം സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം, പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും പ്രധാനമായും
ഇവർ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ ഒരു ഇളവിൻ്റെയും ആവശ്യമല്ല അവർക്ക് വേണ്ടത്. പകരം ഈ സർക്കുലർ പൂർണ്ണമായി, ഈ ഉത്തരവ് പൂർണ്ണമായി പിൻവലിച്ച് പഴയ പടിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുക. ഈ വാഹനങ്ങളിൽ ഉൾപ്പെടെ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ അത് വലിയ പ്രതിസന്ധിയിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും അനുവദിക്കില്ല. അതുവരെ ഈ ബഹിഷ്കരണം, INTUC ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ബഹിഷ്കരണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. വേണു. ശരി, അഖിൽ ഷാൻ സാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. KSRTC ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസെടുക്കാൻ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം. കോടതി വിധി ലഭിച്ച ശേഷം കന്റോൺമെന്റ് പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, നേരത്തെയും കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേസെടുത്തിരുന്നു. ഇപ്പോൾ ഒരേ വിഷയത്തിൽ എങ്ങനെയാണ് ഒന്നിലധികം കേസുകൾ? അങ്ങനെ നിയമപ്രശ്നങ്ങളുണ്ടോ ഇതിൽ? അതായത് വേണു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോലീസുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ വ്യക്തമാക്കുന്നത് കോടതി ഉത്തരവുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ കേസുകൾ എടുക്കുന്നതിൽ സാങ്കേതിക പ്രശ്നമില്ല എന്ന വിഷയമാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും കോടതി ഉത്തരവിൻ്റെ പകർപ്പ് ലഭ്യമായതിനു ശേഷം കോടതി നിർദ്ദേശിച്ച പ്രകാരം യദുവിൻ്റെ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ, മേയറുടെ സഹോദരൻ്റെ ഭാര്യ, കണ്ടാൽ തിരിച്ചറിയുന്ന ഒരാൾ എന്നിവർക്കെതിരെ പരാതിയിൽ കേസെടുക്കാനാണ് നിലവിൽ പോലീസിൻ്റെ തീരുമാനം. ഉത്തരവ് ലഭിച്ച ശേഷം മാത്രമായിരിക്കും പോലീസ് കേസെടുക്കുക. കഴിഞ്ഞ തവണ ചുമത്തിയ സമാനമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഈ വിഷയത്തിലും കേസെടുക്കാനുള്ള സാധ്യത. എന്തായാലും നിലവിൽ കേസെടുക്കാമെന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് പോലീസ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടൊരു കോടതി ഉത്തരവാണ് ലഭിച്ചിരിക്കുന്നത്. കന്റോൺമെന്റ് പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും കേസെടുക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇത് കോടതിയെ സമീപിക്കുന്നത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ കോടതി ഉത്തരവിനെതിരെ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ മേൽക്കോടതികളെ സമീപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പേരിൽ ഒന്നിൽ കൂടുതൽ കേസുകൾ എന്ന കാര്യം ചൂണ്ടിക്കാട്ടി, സ്വാഭാവികമായും സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി ഇവർ കോടതി ഉൾപ്പെടെ സമീപിക്കും. അതിനാൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട തുടർ നിയമവ്യവഹാരങ്ങൾക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അടുത്ത മണിക്കൂറിൽ തന്നെ കന്റോൺമെന്റ് പോലീസിന്റെ നിലപാട് എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട KSRTCയുടെ ഉൾപ്പെടെ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. മെമ്മറി കാർഡ് കാണാത്തതുമായി ബന്ധപ്പെട്ട തമ്പാനൂർ പോലീസിന്റെ അന്വേഷണം ഇതുവരെ എവിടെയും എത്തിയിട്ടില്ല. ഫിംഗർ പ്രിന്റ് വിവരങ്ങൾ ഉൾപ്പെടെ ലഭിച്ചതിനു ശേഷം ഇതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ ജോലി സമയത്ത് ഡ്രൈവിംഗിനിടെ വാഹനം ഓടിച്ചതുമായി ബന്ധപ്പെട്ട യദുവിനെതിരെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് KSRTCക്ക് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ തയ്യാറാക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിവാദം തലസ്ഥാനത്തുണ്ട്. ഇന്നത് മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. മേയർ ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട രണ്ടാമതൊരു കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ഈ മേയർ KSRTC ഡ്രൈവർ വിവാദം തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. വേണം. ശരി, AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. മേയർ വിഷയത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ BJP കൗൺസിലർമാരുടെ പ്രതിഷേധം നടക്കുകയാണ്. അവർ മാധ്യമങ്ങളെ കാണുന്നു. ദൃശ്യങ്ങളിലേക്ക്. ഉറപ്പായി പാസ്സാക്കി. പ്രമേയം കൊണ്ടുവരുന്നത് പാസ്സാക്കാനല്ലേ? പ്രമേയം അല്ല, ഒരു പ്രമേയം കൗൺസിലിൽ കൊണ്ടുവരുന്ന എന്തിനാണ്? പാസ്സാക്കാനല്ലേ? അപ്പോൾ അതിന് പിന്നെ പാസ്സാക്കിയില്ല എന്നവർ പറയുന്നതിൽ എന്താർത്ഥമായിരിക്കുന്നു? ഒരു പ്രമേയം വാക്കാലായാലും റെക്കോർഡിക്കലായാലും രേഖാമൂലം നൽകുന്നത്, സഭയിൽ അവതരിപ്പിക്കുന്നത് എന്തിനാണ്? പാസ്സാക്കുന്നതിന് വേണ്ടിയാണ്. പാസ്സാക്കാൻ വേണ്ടി പാസ്സാക്കി കഴിഞ്ഞ കാര്യം. അതെ, പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടാണല്ലോ എതിർത്തത്. അല്ല, അത് ഞങ്ങളുടെ ഭൂരിപക്ഷം ഇല്ലാതെ അവർക്ക് പാസ്സാക്കാനുള്ള. മേയർ മുഴുവൻ നാക്കെടുത്താൽ ഇന്ന് വരെ ഒരു സത്യം പറഞ്ഞിട്ടില്ലല്ലോ. മേയർ പറഞ്ഞിട്ടുള്ള മുഴുവൻ കളവാണ്. മേയർ പറഞ്ഞിട്ടുള്ള മുഴുവൻ കളവാണ്. മേയർ കഴിഞ്ഞ പ്രാവശ്യം DRNൽ വാക്കാൽ പ്രമേയം LDFന് വേണ്ടി കൊണ്ടുവന്നു. ആ LDFന് വേണ്ടി കൊണ്ടുവന്ന വാക്കാൽ പ്രമേയത്തിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോയി. അവരുടെ അംഗസംഖ്യ വെച്ച് അവർ പാസ്സാക്കി. അത് കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിലെല്ലാം. ഏത് പത്രം? ഇവിടുത്തെ പ്രമുഖ, അതായത് ദേശാഭിമാനി ഒഴിച്ചുള്ള എല്ലാ പത്രങ്ങളിലും പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അല്ല, എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട്.
ആ പത്രം വായിക്കാത്തതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. അങ്ങനെ ഒരു വാക്കാൽ പ്രമേയം അവതരിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അതിൽ നിന്ന് ബഹിഷ്കരിച്ചു പോയത്. അല്ലാതെ ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടല്ലല്ലോ ഇറങ്ങിപ്പോയത്. ആ പ്രമേയം അവതരിപ്പിച്ചത് കൊണ്ടാണ്. ആ പ്രമേയം അവതരിപ്പിച്ചത് തന്നെ എന്തിനാണ്? ആ പാസ്സാക്കാൻ വേണ്ടിയാണ്. പ്രമേയം അവതരിപ്പിക്കുന്നത് സ്വാഭാവികമായ ഏതൊരു കോമൺ സെൻസ് ഉള്ള ആളിനും അറിയാം എന്തിനു വേണ്ടിയാണെന്ന്. പാസ്സാക്കാൻ വേണ്ടിയാണ്. പാസ്സാക്കാൻ വേണ്ടി അവതരിപ്പിച്ച പ്രമേയം ഇപ്പൊ പാസ്സാക്കിയില്ല എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? KSRTC ഡ്രൈവർ മേയർ തർക്കത്തിൽ തിരുവനന്തപുരം നഗരസഭാ കൗൺസിലിൽ തർക്കം. ഡ്രൈവർ യദുവിനെതിരെ നഗരസഭ പാസാക്കിയ പ്രമേയം പിൻവലിക്കണമെന്നാണ് ആവശ്യം. ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ടു. ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പ്രതിഫലം നൽകും. അതേസമയം ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികന്റെ മൃതദേഹം സംസ്കരിച്ചു. ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള തെരച്ചിലാണ് നടത്തുന്നത്. 16 പേരെയാണ് ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവർ നൽകിയ വിവരം അനുസരിച്ച് പ്രാദേശികമായിട്ടുള്ള സഹായം ഈ ഭീകരർക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധത്തിൽ കോൺവോയിയെ ആക്രമിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചത്. ഒരുപക്ഷെ ഈ പുൽവാമ സംഭവത്തിന് ശേഷം കോൺവോയികൾക്ക് പ്രത്യേക സുരക്ഷ നൽകുന്ന വിധത്തിലായിരുന്നു ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നത്. ആ ക്രമീകരണങ്ങളെ അട്ടിമറിക്കുന്ന വിധത്തിൽ ഉള്ള ഇടപെടൽ നടത്താനായിട്ട് ഈ ഭീകരവാദികൾക്ക് സാധിച്ചത് ഈ പ്രാദേശിക സഹായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ചോദ്യം ചെയ്തവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2 പേരുടെ, ഇതിന് സൂത്രധാരന്മാരെന്ന് കരുതുന്ന 2 പേരുടെ രേഖാചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പ്രതിഫലം നൽകാൻ ആണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ പാരിതോഷികം പ്രഖ്യാപിക്കുന്ന പോസ്റ്ററുകൾ ആ മേഖലയിലാകെ പതിച്ചിട്ടുണ്ട്. ഈ 2 പേർ ഇപ്പോഴും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടെന്നും ബാക്കിയുള്ളവർ വനമേഖലയിലേക്ക് കടന്നു എന്നുമാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വനമേഖലയിലെ തിരച്ചിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് പ്രത്യേകം സംഘങ്ങളായി തിരിഞ്ഞ് തുടരുകയാണ്. ഈ വീരമൃത്യു വരിച്ച സൈനികന് വീരോചിതമായിട്ടുള്ള യാത്രയയപ്പാണ് നൽകിയിരിക്കുന്നത്. വൈകാരികമായിട്ടുള്ള സന്ദർഭങ്ങൾക്ക് ഇന്നത്തെ ഈ വീരമൃത്യു വരിച്ച സൈനികന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ആ ചടങ്ങ് സാക്ഷ്യം വഹിച്ചു. വേണു. ശരി, ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with DuraShine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത് രാജ്യം. 93 മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ് നടക്കും. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞ സാഹചര്യത്തിൽ മൂന്നാം ഘട്ടം നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ 93 സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടക്കുക. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായി 190 സീറ്റുകളിൽ വിധിയെഴുത്ത് പൂർത്തിയായി കഴിഞ്ഞു. ചൊവ്വാഴ്ചത്തെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിയുന്നതോടെ 284 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകും. 1351 സ്ഥാനാർത്ഥികളുടെ ഭാഗധേയമാണ് നാളെ മൂന്നാം ഘട്ടത്തിൽ നിശ്ചയിക്കുക. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, മൻസുഖ് മാണ്ഡവ്യ, ജ്യോതിരാദിത്യ സിന്ധ്യ, പ്രഹ്ലാദ് ജോഷി, മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിങ്ങനെ നീളുന്നു നാളെ ജനവിധി തേടുന്ന പ്രമുഖ BJP നേതാക്കളുടെ പട്ടിക. ആദിർ രഞ്ജൻ ചൗധരി, ദിഗ്വിജയ് സിംഗ്, SP നേതാവ് ഡിംപിൾ യാദവ്, NCP നേതാവ് സുപ്രിയ സുലെ എന്നിവർ ഇന്ത്യ മുന്നണിയെ പ്രതിനിധീകരിച്ചും മത്സരരംഗത്തുണ്ട്. ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളും മൂന്നാം ഘട്ടത്തിലാണ് വിധിയെഴുതുന്നത്. കർണാടകയിലെ 14, മഹാരാഷ്ട്രയിലെ 11, ഉത്തർപ്രദേശിലെ 10, മധ്യപ്രദേശിലെ 9, ഛത്തീസ്ഗഡിലെ 7, ബീഹാറിലെ 5, അസമിലെയും ബംഗാളിലെയും 4 വീതം മണ്ഡലങ്ങളിൽ അടക്കമാണ് തെരഞ്ഞെടുപ്പ്. ഗോവയിലെ 2 മണ്ഡലങ്ങളും ദാദ്ര ആൻഡ് നാഗർ ഹവേലിയും നാളെ ബൂത്തിലെത്തും. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികളുടെ ആത്മവിശ്വാസത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. മൂന്നാം ഘട്ടം അതുകൊണ്ട് തന്നെ നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 24 ഡൽഹി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠി മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ്. പ്രിയങ്ക ഗാന്ധി അമേഠിയിൽ 12 ദിവസം പ്രചാരണത്തിനിറങ്ങും. ഗ്രാമപ്രദേശത്ത് പ്രചാരണം ശക്തമാക്കാൻ 500 അംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക സംഘത്തെ നിയോഗിക്കും. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, പ്രത്യക്ഷത്തിൽ KL ശർമ്മയാണ് സ്ഥാനാർത്ഥിയെങ്കിലും സ്മൃതി ഇറാനി, പ്രിയങ്ക ഗാന്ധി പോരാട്ടമെന്ന രൂപത്തിലേക്ക് പ്രചാരണം മാറുകയാണോ? വേണു, അത്തരത്തിൽ തന്നെയാണ് അമേഠി മണ്ഡലത്തിലെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. പ്രിയങ്ക ഗാന്ധി 12 ദിവസമാണ് ഇത്തരത്തിൽ അമേഠി മണ്ഡലത്തിൽ പ്രചരണത്തിനായി ഇറങ്ങുക. അതോടൊപ്പം തന്നെ ഓരോ ഗ്രാമത്തിലും 500 അംഗ ഒരു പ്രത്യേക ടീമിനെ രൂപീകരിച്ചുകൊണ്ട് ഓരോ ഗ്രാമത്തിൽ സഞ്ചരിച്ചുകൊണ്ട് പ്രചരണം ശക്തമാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം 1999 മുതൽ 2014 വരെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വിജയിച്ച മണ്ഡലമാണ്. 2019 മണ്ഡലം ബിജെപിയുടെ കൈകളിൽ. അതിനുശേഷം മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്നും പ്രിയങ്ക ഗാന്ധി പക്ഷേ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന ഒരു പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ KL ശർമ്മയെ ലഭിച്ചത്. എന്തായാലും ഗാന്ധി കുടുംബം കൃത്യമായ രീതിയിൽ തന്നെ ഈ ഒരു മണ്ഡലത്തിൽ സജീവമായി തന്നെ പ്രചരണത്തിൽ പങ്കെടുത്തുകൊണ്ട് മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് നീക്കം. 2019 55,000 വോട്ടുകൾക്കാണ് അവിടെ സ്മൃതി ഇറാനി വിജയിച്ചത്. ഇക്കുറി തിരിച്ചുപിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഇതിന്റെ ഭാഗമായാണ് പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രചരണം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പുതിയ പാർട്ടിയാകാൻ സംസ്ഥാനത്തെ ജനതാദൾ എസ് നേതൃത്വം. കർണാടകയിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെയാണ് നീക്കം. സംസ്ഥാന പാർട്ടി രൂപീകരിച്ചേക്കും. ഇടതുമുന്നണിയിലെ ചെറുപാർട്ടികൾ ഒറ്റപ്പാർട്ടിയായി മാറണം എന്ന നിർദ്ദേശവും ചർച്ചയാകും. JDS ദേശീയ നേതൃത്വം NDAയുടെ ഭാഗമായപ്പോഴും സംസ്ഥാനത്ത് ഇടതുമുന്നണിയുടെ കൂടെ നിൽക്കാനാണ് JDS കേരള ഘടകം തീരുമാനിച്ചത്. ഇത് പ്രതിപക്ഷം വലിയ വിവാദമാക്കി ഉയർത്തിയപ്പോഴും CPM പൂർണ്ണ പിന്തുണ JDS കേരള ഘടകത്തിന് നൽകി. CK നാണു അടക്കമുള്ളവർ കേരള ഘടകത്തിന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് പരസ്യമായി രംഗത്ത് വന്നപ്പോൾ പ്രതിസന്ധി വീണ്ടും രൂക്ഷമായി. അപ്പോഴും എന്ത് തീരുമാനമെടുക്കുമെന്ന ആശയക്കുഴപ്പം മാത്യു ടി തോമസിനും K കൃഷ്ണൻകുട്ടിക്കും ഉണ്ടായിരുന്നു. എന്നാൽ കർണാടകയിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട പീഡന വിവാദം ഉയർന്നു വന്നതോടെ പുതിയ നീക്കത്തിലേക്ക് കടക്കുകയാണ് JDS കേരള ഘടകം. പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് ആലോചന. JDS NCP നേതൃത്വങ്ങൾ പ്രാഥമിക ചർച്ച തുടങ്ങി. ഇടതുമുന്നണിയിലെ ചെറുപാർട്ടികൾ ഒറ്റപ്പാർട്ടിയായി മാറണമെന്ന നിർദ്ദേശം ചർച്ചയാകും. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മറ്റന്നാൾ സംസ്ഥാന നേതൃയോഗം ചേരും. 24 തിരുവനന്തപുരം. ലൈംഗികാതിക്രമ കേസിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് ഇന്റർപോളിന്റെ ഇന്ത്യയിലെ ഏജൻസിയായ CBIയുടെ നടപടി. കേസിൽ ലൈംഗിക പീഡനത്തിന് ഇരയായവർക്ക് പരാതി നൽകാൻ അന്വേഷണ സംഘം ഹെൽപ്പ് ലൈൻ സംവിധാനം ഒരുക്കി. അരുൺ പൂപ്പറമ്പ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ബംഗളൂരുവിൽ നിന്ന്. അരുൺ, ഈ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു നേരത്തെയും സംസ്ഥാന ആഭ്യന്തരമന്ത്രി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ലായിരുന്നു. അതിപ്പോൾ സ്ഥിരീകരിച്ചോ? വേണു, തീർച്ചയായും അത് സ്ഥിരീകരിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ കർണാടക ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അന്വേഷണ സംഘം ഇതിൽ ആദ്യം മുതൽ തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. ചോദ്യം ചെയ്യലിനായി പലതവണ നോട്ടീസ് നൽകി, ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. പ്രജ്വൽ രേവണ്ണയെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കുക, ഏത് വിധേനയും നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പലതരം ശ്രമങ്ങൾ അന്വേഷണ സംഘം നടത്തിയിരുന്നു. JDS നേതൃത്വത്തിന് വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ JDS നേതൃത്വം അറിയിച്ചത് പ്രജ്വൽ രേവണ്ണ ഉടൻ തന്നെ കീഴടങ്ങുമെന്നാണ്. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കീഴടങ്ങുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് അത് തിരിച്ചടി, അതായത് വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് പ്രജ്വൽ രേവണ്ണ ഇവിടെ എത്തിയാൽ അത് വലിയ സംഭവവികാസങ്ങൾ തുടർച്ചയായി ഇതിൻ്റെ ഈ കേസിൻ്റെ വിവരങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വരും. അത്തരത്തിൽ അത് തിരിച്ചടിയാകും അത് ലൈവായി നിർത്തിയാൽ തിരിച്ചടിയാകുമെന്ന ഒരു വിലയിരുത്തൽ BJPയെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ NDA സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ HD ദേവഗൌഡയുമായി ചർച്ച നടത്തി അത് ഉടൻ കീഴടങ്ങേണ്ടതില്ല, ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ, കന്നഡ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അന്വേഷണ സംഘം അടുത്ത നടപടിയിലേക്ക് കടന്നു. അതായത് ഇന്റർപോളിന്റെ സഹായത്തോടെ പ്രജ്വൽ രേവണ്ണയെ പിടികൂടുക എന്നതാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പരാതിക്കാർ, അതായത് ഇരകളെ കൃത്യമായി കണ്ടെത്താൻ, കൂടുതൽ ഇരകളെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതായത് അന്വേഷിച്ച് കണ്ടെത്തുന്നവർ പലരും പരാതി നൽകാൻ തയ്യാറാവുന്നില്ല. അവർ ഭയം കാരണം
അത്തരം പരാതി നൽകാൻ വിസമ്മതിക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഒരു ഹെൽപ്പ് ലൈൻ ഇപ്പോൾ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുള്ളത്. അവർക്ക് ധൈര്യപൂർവ്വം അതിൽ ബന്ധപ്പെടാം. ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ പരാതി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം ഒരു ഹെൽപ്പ് ലൈൻ സംവിധാനം ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. കൃത്യമായി ഈ പീഡനത്തിനിരയായ ഇരകളെ കണ്ടെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തുക, അത്തരം നടപടികൾ പൂർത്തീകരിക്കേണ്ടതും ഈ അന്വേഷണത്തിൽ എന്തായാലും നിർണായകമാണ്. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അവസാന ലാപ്പിലും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിന് ഇനി നാളെയാണ് തെരഞ്ഞെടുപ്പ്. അവസാന ലാപ്പിലും ശക്തമായ പ്രചാരണം ഈ ലൈംഗിക അതിക്രമ കേസ് തന്നെയാണ്. ദേവഗൌഡ കുടുംബത്തിൽ ഉൾപ്പെട്ട ഈ ലൈംഗിക അതിക്രമ കേസ് തന്നെയാണ് കോൺഗ്രസ് പ്രധാന പ്രചാരണായുധമായി അവസാന ലാപ്പിലും ഉയർത്തുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം കടുത്ത ആശങ്ക ഈ അവസാന മണിക്കൂറുകളിലുമുണ്ട്. അവരുടെ ശക്തി കേന്ദ്രങ്ങളായി 14 മണ്ഡലങ്ങളിൽ ഈ ഒരു കേസ് കൊണ്ട്, ഈ പ്രചാരണം കൊണ്ട് തിരിച്ചടി ഉണ്ടാകുമോ എന്ന ഒരാശങ്ക തന്നെയാണ് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വോട്ടെടുപ്പ് നാളെയാണ്. ഇതെങ്ങനെ പ്രതിഫലിക്കും തെരഞ്ഞെടുപ്പിൽ എന്നതാണ് ഇനി അറിയേണ്ടത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള HD രേവണ്ണയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അടുത്ത ദിവസങ്ങൾ കടക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ലൈംഗിക പീഡന ആരോപണത്തിൽ പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെ പിന്തുണച്ച് CPIM. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഈസ്റ്റ് മിഡ്നാപൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞു. അതേസമയം പോലീസ് അന്വേഷണത്തോട് സഹകരിക്കേണ്ട എന്നാണ് ഗവർണറുടെ നിലപാട്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, CPM എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നത്? പ്രത്യേകിച്ചും ഈ ഇര പറയുന്നു അവർ നുണപരിശോധനയ്ക്ക് തയ്യാറാണ്, ഗവർണർക്കൊപ്പം നിന്ന് ചോദ്യങ്ങൾ നേരിടാൻ തയ്യാറാണ് എന്നൊക്കെ. വേണു, ശ്രദ്ധേയമായ ഒരു കാര്യം, ബംഗാളിലെ പ്രതിപക്ഷ പാർട്ടി ആണ് CPM ഇപ്പോൾ ഗവർണറെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈസ്റ്റ് മിഡ്നാപൂർ ജില്ലാ സെക്രട്ടറിയാണ് ഗവർണർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും CPM ഉന്നയിക്കുന്ന കാര്യം ഈ സന്ദേശ് കാലി വിഷയത്തിൽ യാഥാർത്ഥ്യം പുറത്തു വരണം. മാത്രമല്ല ഇതിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അക്രമങ്ങൾ അവിടെ നിരവധി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോഴത്തെ ഈ ഒരു വെളിപ്പെടുത്തൽ അത് തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ കണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുമുണ്ടായ ഒരു നാടകമാണെന്ന ഒരു പ്രതികരണമാണ് CPM നടത്തുന്നത്. അതോടൊപ്പം 2022 ഈസ്റ്റ് മിഡ്നാപൂരിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ മകളാണ് ഇപ്പോൾ രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരി. ഇവരാണ് ഗവർണർക്ക് ഇത്തരമൊരു പരാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തും ഇതിന്റെ ഭാഗമായി ഈ പരാതി നൽകുന്നതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായി എന്നാണ് CPM ആരോപിക്കുന്നത്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകും എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ ബംഗാൾ സർക്കാരും വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ അന്വേഷണത്തോട് യാതൊരു തരത്തിലും സഹകരിക്കേണ്ടതില്ല എന്ന നിലപാട് ഗവർണർ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല പോലീസിന്റെ ഭാഗത്തും ഏതെങ്കിലും തരത്തിൽ നോട്ടീസ് ലഭിച്ചാൽ അത് അവഗണിക്കാനാണ് രാജ്ഭവനിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഗവർണർക്ക് ലഭിക്കുന്ന പരിരക്ഷ ആ ഒരു കാര്യം ചൂണ്ടിക്കാട്ടി തന്നെ അന്വേഷണത്തോട് സഹകരിക്കേണ്ട എന്ന നിലപാട് രാജ്ഭവനിലെ ജീവനക്കാർക്ക് ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ രാഷ്ട്രീയ ആയുധമായി തന്നെ ഇതിനും തന്നെ ഈ വിഷയം ബംഗാളിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. BJP നേരത്തെ തന്നെ പരസ്യമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ഉന്നയിക്കുന്ന ആരോപണത്തിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ കഴമ്പുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നുണ്ട്. മാത്രമല്ല ഈ ജീവനക്കാർ ഇതിനും തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. ഇനി എങ്ങനെ അന്വേഷണം മുന്നോട്ട് പോകണം എന്നൊരു ആശയക്കുഴപ്പത്തിലാണ് പോലീസ് ഉള്ളത്. വൈകാതെ തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലടക്കം തൃണമൂൽ കോൺഗ്രസ് ഈ വിഷയം ഉയർത്തിക്കാട്ടി BJP അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം തുടരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടിയായ CPM ഗവർണർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തുള്ളത്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ആനക്കര കൂടല്ലൂരിൽ യുവാക്കൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കില്ല. CCTV ദൃശ്യങ്ങൾ 24-ന്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. നിഖിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. കുമ്പിടി ഭാഗത്ത് നിന്ന് കൂടല്ലൂരിലേക്ക് പോകുന്ന വഴി പഴയ കൃഷിഭവൻ ഓഫീസിന് സമീപത്ത് വെച്ചാണ് ഈ അപകടമുണ്ടായത്. ചങ്ങരംകുളത്ത് നിന്ന് കൂടല്ലൂരിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഈ കാറിൽ 3 പേരുണ്ടായിരുന്നെങ്കിലും ആർക്കും കാര്യമായ പരിക്കുകളില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. അതിവേഗതയിലാണ് ഈ കാർ കടന്നു പോയിരുന്നത്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് അങ്ങനെ വാഹനങ്ങൾ നിരന്തരം കടന്നു പോകുന്ന ഒരു പാതയല്ല. വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു കുട്ടി നടന്നു പോകുന്നുണ്ട്. അതിന് സമീപത്തോടു കൂടിയാണ് അതിവേഗതയിൽ ഒരു ഓട്ടോ
ഓട്ടോറിക്ഷയും പോകുന്നുണ്ട്. അതിന് ഒപ്പം വളരെയധികം വേഗതയിലാണ് ഈ കാർ കടന്നു പോകുന്നത്. നിയന്ത്രണം വിട്ടാണ് ഈ കാർ മറിയുന്ന സാഹചര്യം ഉണ്ടായത്. 3 പേരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. ഈ കാറ് തലകീഴായി മറിയുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. പക്ഷേ ഈ കാറിലുണ്ടായിരുന്ന 3 പേർക്കും കാര്യമായി പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഈ കാർ ഇതിലുണ്ടായിരുന്ന കാറിനകത്തുണ്ടായിരുന്ന യാത്രക്കാരും അതോടൊപ്പം തന്നെ പ്രദേശവാസികളും ചേർന്നാണ് തലകീഴായി കിടന്നിരുന്ന കാർ നേരെയാക്കിയതും തുടർന്ന് ഈ കാറിൽ ഉണ്ടായിരുന്ന ആളുകൾ ചികിത്സ തേടിയതും. വേണു. നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ചത് തുടരുന്നു. കൊച്ചി പനമ്പള്ളി നഗറിൽ മാതാവ് കൊലപ്പെടുത്തി ഫ്ളാറ്റിൽ നിന്നും വലിച്ചെറിഞ്ഞ നവജാത ശിശുവിന്റെ മൃതദേഹം സംസ്കരിച്ചു. കൊച്ചി കോർപ്പറേഷനും പോലീസും ചേർന്നാണ് സംസ്കരിച്ചത്. ഇതിനുള്ള സമ്മതപത്രം പോലീസിന് യുവതി എഴുതി നൽകിയിരുന്നു. കാക്കനാട് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രദേശത്തെ കെട്ടിട നിർമ്മാണത്തിനിടെ ഇരുമ്പ് ഫ്രെയിം തകർന്ന് അതിഥി തൊഴിലാളി മരിച്ചു. ബീഹാർ സ്വദേശി ഉത്തം ആണ് മരിച്ചത്. 4 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 9:50 സ്മാർട്ട് സിറ്റി പദ്ധതി പ്രദേശത്ത് നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടത്തിന്റെ മുന്നിൽ സ്ഥാപിച്ച ഇരുമ്പ് ഫ്രെയിം തകർന്നു വീണ ഇരുമ്പ് തൂണുകൾക്കിടയിൽ വീണ ബീഹാർ സ്വദേശി ഉത്തം സിംഗ് മരിച്ചത്. മറ്റ് 4 പേർ അപകടമുണ്ടായുടൻ താഴേക്ക് ചാടിയതിനാൽ ഗുരുതരമായ പരിക്കേറ്റില്ല. 24 മീറ്റർ ഉയരത്തിലാണ് ഇരുമ്പ് ഫ്രെയിമുകൾ സ്ഥാപിച്ചിരുന്നത്. നിർമ്മാണത്തിൽ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതിരുന്നതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണ ജോലികൾ പൂർണ്ണമായും നിർത്തിവെച്ചു. പരിക്കേറ്റ തൊഴിലാളികളെ കാക്കനാട് സൺറൈസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊഴിലാളികൾക്ക് ജോലിയെടുക്കാനായി നിർമ്മിച്ച സ്കഫോൾഡ് നിർമ്മാണത്തിലെ അപാകതയാണ് ഒരു തൊഴിലാളിയുടെ ജീവനെടുത്ത അപകടത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് തുടരന്വേഷണത്തിലാണ്. അരുൺ നീണ്ടൂരിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി. കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്ത ഇറാനിയൻ ബോട്ട് കൊച്ചി തീരത്തടുപ്പിച്ചു. കോസ്റ്റ് ഗാർഡിന്റെ സുരക്ഷയിലാണ് ബോട്ട് എത്തിച്ചത്. ഇന്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെ ഉള്ളവരുടെ പരിശോധന നടക്കും. വിനിത വി ജി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിനിത, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, കൊയിലാണ്ടി പുറംകടലിൽ നിന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്ത ഇറാനിയൻ കപ്പൽ ഇന്ന് രാവിലെയോടെയാണ് കൊച്ചി തീരത്ത് അടുപ്പിച്ചത്. കോസ്റ്റ് ഗാർഡ് കപ്പലുകളുടെ സുരക്ഷയിലാണ് ഇന്ന് രാവിലെയോടെ തീരത്തെത്തിച്ചത്. തമിഴ്നാട് സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികളാണ് ഈ കപ്പലിലുള്ളത്. ഇവരെ IB ഉൾപ്പെടെയുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. ഈ തൊഴിലുടമയുടെ പീഡനം കാരണം അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരികയായിരുന്നു എന്നാണ് ഇവർ ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കും. ഈ 6 മത്സ്യത്തൊഴിലാളികളെയും ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. വേണു. ശരി, വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ പശുവും കിടാവും ചത്തത് അരളിച്ചെടിയുടെ ഇല കഴിച്ചത് മൂലമെന്ന് സ്ഥിരീകരണം. തെങ്ങമം സ്വദേശി പങ്കജ വലിയമ്മയുടെ പശുവും കിടാവുമാണ് ചത്തത്. പോസ്റ്റ്മോർട്ടത്തിലാണ് അരളിച്ചെടി കഴിച്ചതാണ് മരണകാരണം എന്ന് സ്ഥിരീകരിച്ചത്.
ആദ്യം കിടാവും പിന്നാലെ പശുവും ചാവുകയായിരുന്നു. ചക്ക കൊടുത്തത് കാരണം ദഹനക്കേടുണ്ടായെന്ന് ആദ്യം കരുതി. പശുവിന്റെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റമുണ്ടായില്ല. ഇതിനിടെയാണ് കിടാവ് ചത്തത്. മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാരെത്തി പരിശോധിച്ചപ്പോഴാണ് തീറ്റയ്ക്കൊപ്പം അരളിച്ചെടിയും കണ്ടത്. അരളി തിന്നത് ഡോക്ടർ പറഞ്ഞാൽ ഞാൻ അറിയുന്ന അരളി തിന്നതാണ്. അരളി ഞാൻ വന്നപ്പോൾ മുന്നിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തിന്ന് കുഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അങ്ങ് മരിച്ചുപോയി. വയറ് വീർത്ത് അങ്ങ് മരിച്ചുപോയി. അയൽവാസി വെട്ടിക്കളഞ്ഞ അരളിച്ചെടി പശുവിന് നൽകാനുള്ള തീറ്റയ്ക്കൊപ്പം അബദ്ധത്തിൽ കൊണ്ടുവന്നിടുകയായിരുന്നുവെന്ന് പങ്കജവല്യമ്മയും ഭർത്താവ് വാസുദേവനും പറയുന്നു. മരുന്നെല്ലാം വാങ്ങിച്ചു കൊടുത്തു. ഡോക്ടർ ഇവിടെ വന്നു, ഇഞ്ചക്ഷൻ എടുത്തു, മരുന്ന് കൊടുത്തു. പിന്നെ 3 കുപ്പി മരുന്ന് കുത്തിവെച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്തു, നല്ലപോലെ രീതി ചെയ്തു. അരളിച്ചെടി കഴിച്ചാണ് പശുക്കൾ ചത്തതെന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃഗസംരക്ഷണ വകുപ്പ് സ്ഥിരീകരിച്ചത്. ക്ഷീരകർഷകർക്ക് ഇൻഷുറൻസ് തുക ഉടൻ ലഭ്യമാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. 24 പത്തനംതിട്ട. സുഗന്ധഗിരി വനം കൊള്ളയിൽ വീണ്ടും നടപടി. ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ MP സജീവനെയും സ്ഥലം മാറ്റി. വടകര സോഷ്യൽ ഫോറസ്ട്രിയിലേക്കാണ് സ്ഥലം മാറ്റം. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു ബാലകൃഷ്ണൻ, ഈ സമീപകാലത്തെ ഏറ്റവും വലിയ വനം കൊള്ളയായിരുന്നു സുഗന്ധഗിരിയിലെ ഫോറസ്റ്റ് ഭൂമിയിൽ നിന്നും 20 മരം മുറിക്കാൻ വേണ്ടി, അതും ജീവനും സ്വത്തിനും ഭീഷണിയായ മരം മുറിക്കാൻ വേണ്ടി പെർമിറ്റ് എടുത്തുകൊണ്ട് 100 കണക്കിന് മരം മുറിച്ച് കടത്തിയത്. അതും സർക്കാർ ഭൂമിയിൽ, വനഭൂമിയിൽ നിന്നുമാണ്. ഇതിൽ വളരെ കർശന നടപടിയിലേക്ക് സർക്കാർ കടക്കുകയും സസ്പെൻഷൻ ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു. ആ ഉത്തരവ് മരവിപ്പിച്ചു. ആ മരവിപ്പിച്ച ഉത്തരവിൻ്റെ തുടർ നടപടിയായാണ് ഇന്നിപ്പോൾ സ്ഥലം മാറ്റ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. വയനാട്ടിലെ ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ MP സജീവനെയാണ് വടകരയിൽ സോഷ്യൽ ഫോറസ്ട്രി, സാമൂഹ്യ വനവൽക്കരണ സംവിധാനത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതായത് ഫ്ലൈയിംഗ് സ്ക്വാഡ് ചുമതലയിൽ നിന്നും വടകരയിലേക്ക് മാറ്റുന്നു, അതും സോഷ്യൽ ഫോറസ്ട്രിയിലേക്ക് മാറ്റുന്നു. നേരത്തെ സൗത്ത് വയനാട് DFOയെ സ്ഥലം മാറ്റിയിരുന്നു. A. ഷജ്നയെ സ്ഥലം മാറ്റി കാസർഗോഡേക്കാണ് സാമൂഹ്യ വനവൽക്കരണ പദ്ധതിയുടെ കീഴിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്നാൽ നേരത്തെ ഇവരെയെല്ലാം തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവായിരുന്നു സർക്കാർ ഇറക്കിയത്. അത് പിന്നീട് മരവിപ്പിക്കുകയായിരുന്നു. ഏതായാലും ഈ കേസിൽ സർക്കാർ വളരെ കരുതലോടുകൂടി നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം മറ്റ് ഏജൻസിയെ അന്വേഷിപ്പിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നു എന്നുകൂടി സൂചനകളുണ്ട്. വേണു. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. എറണാകുളം പറവൂരിൽ ക്രിമിനൽ കേസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് തോക്കുകളും 9.5 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. മാവിൻചുവട് മാട്ടുപുറം റോഡിലുള്ള റിയാസിന്റെ വീട്ടിൽ നിന്നാണ് ആയുധങ്ങൾ പിടിച്ചെടുത്തത്. കസ്റ്റഡിയിലെടുത്ത റിയാസിനെ ചോദ്യം ചെയ്യുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, രാവിലെ 10 മണി മുതൽ ആരംഭിച്ച പരിശോധന ഇപ്പോഴും റിയാസിന്റെ വീട്ടിൽ തുടരുകയാണ്. രാവിലെ നടത്തിയ പരിശോധനയിൽ 4 തോക്കുകളും 9.5 ലക്ഷം രൂപയും 20 വെടിയുണ്ടകളുമാണ് റിയാസിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത്. ഇയാൾ മുൻപ് ഈ പെരുമ്പാവൂർ അനസ് എന്ന് പറയുന്ന ഗുണ്ടയുടെ സംഘത്തിലുള്ള ആളാണ് എന്നുള്ളതാണ് പോലീസിന്റെ ലഭിക്കുന്ന വിവരം. ഇക്കാണുന്നതാണ് റിയാസിന്റെ വീട്. ഈ വീട്ടിലാണ് നിലവിൽ പരിശോധന പുരോഗമിക്കുന്നത്. SP-യുടെ പ്രത്യേക സംഘം ആണെന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് എത്തി പരിശോധന നടത്തിയത്. ഇവിടെ മാത്രമല്ല, പെരുമ്പാവൂരും അതോടൊപ്പം തന്നെ പറവൂരിന്റെ വിവിധ മേഖലകളിലും പരിശോധനകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആലുവ റൂറൽ മേഖല കേന്ദ്രീകരിച്ച് ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമായി വരുന്നു എന്നൊരു സൂചനയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിക്കാൻ പോലീസ് തയ്യാറായത്. കഴിഞ്ഞ ദിവസം ആലുവയിൽ കൊണ്ടോട്ടിക്ക് സമീപം ഒരു വലിയ ആക്രമണം നമ്മൾ കണ്ടതാണ്, ദൃശ്യങ്ങൾ സഹിതം. അതിൻ്റെയൊക്കെ കൂടി പശ്ചാത്തലത്തിലാണ് വീണ്ടും പരിശോധനയ്ക്കായി പോലീസ് തയ്യാറായത്. നിലവിൽ റിയാസിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ വീടിനകത്ത് ചോദ്യം ചെയ്ത് വരികയാണ്. ഈ തോക്ക് എവിടെ നിന്ന് ലഭിച്ചു, ഈ പണം എവിടെ നിന്ന് ലഭിച്ചു, കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. എന്തിനാണ് ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാത്ത തോക്ക് സൂക്ഷിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയാനുള്ളത്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷനുകൾ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും വിശദമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വേണു. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മലയാളി താരം ആശാ ശോഭനയ്ക്ക് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ അരങ്ങേറ്റം. ബംഗ്ലാദേശിനെതിരായ 4ാം T20യിൽ കളിക്കുന്നു. അതേസമയം മഴ മൂലം മത്സരം തടസ്സപ്പെട്ടിരിക്കുകയാണ്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, അങ്ങനെ ഇന്ത്യൻ ടീമിൽ മറ്റൊരു മലയാളി താരം കൂടി ഇടം പിടിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിനെതിരായി ഈ പരമ്പരയിൽ ഇന്ത്യയുടെ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുന്ന 2ാമത്തെ മലയാളി താരമാണ് ആശാ ശോഭന. ആദ്യ മത്സരത്തിൽ തന്നെ സജന സജീവന അരങ്ങേറ്റം ലഭിച്ചിരുന്നു. ഇപ്പോൾ ആശാ ശോഭനയും കൂടെ വരുന്നു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിക്കുന്ന 3ാമത്തെ മാത്രം മലയാളി താരമാണ് ആശാ ശോഭന. ആദ്യത്തേത് മിന്നുമണിയാണ്, 2ാമത് സജന സജീവനാണ്. ഒടുവിൽ ഇപ്പോൾ ആശാ ശോഭനയും കൂടി വരുന്നു. വനിതാ പ്രീമിയർ ലീഗിലെ ഉജ്ജ്വല പ്രകടനമാണ് ആശാ ശോഭനയ്ക്കും ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി തുറന്നത്. പ്രത്യേകിച്ച് ഫൈനലിലെയും സെമി ഫൈനലിലെയും അടക്കം ഉജ്ജ്വല ബൗളിംഗ് പ്രകടനം, അതും ഡെത്ത് ഓവറുകളിലെ ഉഗ്രൻ പ്രകടനമായിരുന്നു ആശാ ശോഭനയുടേത്. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ 5 വിക്കറ്റ് എടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഉഗ്രൻ
പ്രകടനം തന്നെയായിരുന്നു വനിതാ പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇന്ത്യൻ ടീമിലേക്കുള്ള അരങ്ങേറ്റം ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മത്സരത്തിൽ ഇന്ത്യക്ക് രണ്ടാമതായിരിക്കും ബോളിംഗ് വരുന്നത്. ഇന്ത്യ നിലവിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് എന്തായാലും ആശാശോഭന പന്തെറിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മത്സരത്തിൽ മഴ മൂലം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ 48 റൺസ് എടുത്ത് നിൽക്കുമ്പോഴാണ് മഴ എത്തിയത്. മത്സരം വൈകാതെ പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വേണു. ശരി, അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.